Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 5 പേപ്പേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ബികോം BBA സ്റ്റുഡൻസിന് കോമൺ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിൻ്റെ 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്ട്സിനും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പഠിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എപ്പോഴും വരാറുള്ളതാണ്, ഡിഫൈൻ ഓൺട്രപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആരാണ്, അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്താണ് എന്നുള്ളത് പലപ്പോഴും വരാറുള്ളതാണ്. സോ ഡിഫൈൻ ഓൺട്രപ്രണർ നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മിക്ക പേപ്പറിലും വരാറുള്ളതാണ് ഡിഫൈൻ ഓൺട്രപ്രണർ. ദെൻ നെക്സ്റ്റ്, ഓൺട്രപ്രണർഷിപ്പ് എന്താണ് എന്നുള്ളൊരു ചോദ്യം, അതിൻ്റെ കൂടെ ഓൺട്രപ്രണർഷിപ്പ് എന്താണ് എന്നുള്ളൊരു ചോദ്യം. പിന്നെ 2 മാർക്സിൻ്റെ തന്നെ വരാറുള്ളതാണ് ഇൻട്രാപ്രണർ ആരാണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് അത് ചില സമയത്ത് 5 മാർക്കിൻ്റെയിലും കാണാറുണ്ട്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് പറയാനുള്ള കുറച്ച് സജഷൻസ്. ദെൻ നെക്സ്റ്റ്, നമുക്ക് പല തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അതിലേതെങ്കിലും 1 or 2 പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ പഠിക്കണം. പലതരത്തിലുള്ളതുണ്ട് നമുക്കറിയാം. അതിലേതെങ്കിലും 1 or 2 പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിൽ ഇപ്പോൾ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ള കുറച്ച് പറയുകയാണെങ്കിൽ, സോഷ്യൽ ഓൺട്രപ്രണർ ആരാണ്, അതുപോലെ തന്നെ പ്യുവർ ഓൺട്രപ്രണർ ആരാണ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഓൺട്രപ്രണർ ആരാണ്, ദെൻ ഫാബിയൻ ഓൺട്രപ്രണർ. പിന്നെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പോർട്ട്ഫോളിയോ ഓൺട്രപ്രണേഴ്സ്, ഇതൊക്കെ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പോർട്ട്ഫോളിയോ. അപ്പോൾ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണർ നോക്കണം. അതിൽ ഏതെങ്കിലും 1 or 2 ചോദിക്കാം. അതിൽ സോഷ്യൽ, പ്യുവർ, പ്രൊഫഷണൽ, ഫാബിയൻ, പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് EDP. ഏതെങ്കിലും 2 ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വേണ്ടിയിട്ട്, 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് EDP നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്, അതിലേതെങ്കിലും ഒരു 4 ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എനി 4 സോഷ്യൽ ഫാക്ടേഴ്സ് affecting entrepreneurial growth നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. നമുക്കത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം, സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് അതോറിറ്റീസ് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ്
മൊഡ്യൂളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള പല അതോറിറ്റീസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം 2 ഫങ്ഷൻസ് ഓഫ് NSIC നിർബന്ധമായി നോക്കിയിരിക്കണം. NSIC ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് റിപ്പീറ്റ് NESDB. ഇതിനൊക്കെ പറ്റിയിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും മറ്റൊരു അതോറിറ്റി. അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അതിൻ്റെ KVIC നോക്കിയിരിക്കണം. പിന്നെ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ള DIC നോക്കിയിരിക്കണം. ഇതൊക്കെ ജസ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട് 2 മാർക്സിന്. പിന്നെ NIESBUD. അപ്പോൾ ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ കാണാം. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ 2 മാർക്സിന് വരാറുള്ളതാണ്. ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്? റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ബൗണ്ടി എന്താണ്? ബൗണ്ടി 2 മാർക്സിൻ്റെ കണ്ടിട്ടുള്ളതാണ്. ദെൻ ഇൻസെൻറ്റീവ് മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് കേട്ടോ. ഇൻസെൻറ്റീവ് എന്താണ്? അതുപോലെ തന്നെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിരിക്കണം കേട്ടോ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണ്? ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ സീഡ് ക്യാപിറ്റൽ നോക്കിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് നമുക്ക് കണ്ടുവന്നിട്ടുള്ളതാണ് ഷോർട്ട് ടൈം ഫിനാൻസ് എന്താണ്? ഏതെങ്കിലും ഒരു ഫിനാൻസിനെ പറ്റി ചോദിക്കാറുണ്ട്. ഷോർട്ട് ടൈം ഫിനാൻസ് എന്താണ്? അതുപോലെ തന്നെ മീഡിയം ടൈം ഫിനാൻസ് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം, ലോങ് ടൈമോ മീഡിയം ടൈമോ. അപ്പോൾ അത് ആ രീതിയിൽ നോക്കി വയ്ക്കുക. ഒരു ഫിനാൻസ് എന്താണെന്നുള്ളത് ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോജക്റ്റ് എന്താണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോജക്റ്റ് എന്താണ്? 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മുമ്പത്തെ പേപ്പറിൽ നിർബന്ധമായും നോക്കിയിരിക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രൊജക്റ്റ് അപ്രൈസൽ എന്താണ്? പ്രൊജക്റ്റ് അപ്രൈസൽ എന്താണ് നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, 2 വർഷത്തെ പേപ്പറിലുണ്ട്. ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫീസിബിലിറ്റി സ്റ്റഡി. അതുപോലെ തന്നെ അതിൽ ഇക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാറുള്ളതാണ് കേട്ടോ. 2 മാർക്കിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇക്കണോമിക് ഫീസിബിലിറ്റി എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആൻസിലിയറി യൂണിറ്റ്സ് എന്താണ്? ആൻസിലിയറി യൂണിറ്റ്സ് എന്താണ്? നിർബന്ധമായും നോക്കിയിരിക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ അതുപോലെ തന്നെ മൈക്രോ യൂണിറ്റ്സ് എന്താണ്? മൈക്രോ യൂണിറ്റ്സ് എന്താണ്? സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് ടെക്നോ പാർക്ക് എന്താണ്? ടെക്നോ പാർക്ക് ചോദിച്ചിട്ടുള്ള 2 വർഷത്തെ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി ഫോർ ഫാക്ടേഴ്സ് affecting ലൊക്കേഷൻ ഡിസിഷൻ. നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ് മറ്റൊരു ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണ്? BEP എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്താണ് നോക്കിയിരിക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, 3 forms of foreign കൊളാബറേഷൻസ് എന്താണ്? 3 forms of, അതിലേതെങ്കിലും ഒരു ഫോം എടുത്തിട്ട് ചോദിക്കുകയും ചെയ്യാം.
forms of foreign collaborations. Okay, then social cost benefit analysis. Social cost benefit analysis എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം. 2 മാർക്സിൻ്റെ ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അതോറിറ്റീസ് നേരത്തെ പറഞ്ഞതിൽ SISI സ്മോൾ ഇൻഡസ്ട്രീസ് അതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്, നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ നമ്പർ 20 MSME മീഡിയം ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടുള്ളൊരു കാര്യം പലപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ, നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇൻസെൻറ്റീവിൻ്റെ കൂടെ സബ്സിഡി എന്താണ് അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള 2 മാർക്സ് ചോദ്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. സോ ഇതിൽ ആദ്യം ഓൺട്രപ്രണർ ആരാണ്, ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, ഇൻട്രാപ്രണർ ആരാണ്, പലതരത്തിലുള്ള ഓൺട്രപ്രണേഴ്സിൽ ഏതെങ്കിലും 1 or 2 വരാറുണ്ട്. അത് സോഷ്യൽ, പ്യുവർ, പ്രൊഫഷണൽ, ഫാബിയൻ, ദെൻ പോർട്ട്ഫോളിയോ, ദെൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം എഴുതാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ പല അതോറിറ്റീസിൽ ഏതെങ്കിലും 1 or 2 എണ്ണത്തിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. NSIC, പിന്നെ KVIC ഒക്കെ റിപ്പീറ്റ് ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, ബൗണ്ടറി എന്താണ്, ഇൻസെൻറ്റീവ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബ്രിഡ്ജ് ക്യാപിറ്റൽ, സീഡ് ക്യാപിറ്റൽ, ഷോർട്ട് ടൈം ഫിനാൻസ്, മീഡിയം ടൈം ഫിനാൻസ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോജക്റ്റ് എന്താണ്, പ്രൊജക്റ്റ് അപ്രൈസൽ എന്താണ്, പ്രൊജക്റ്റ് റിപ്പോർട്ട് വിട്ടുപോയി ഞാൻ, പ്രൊജക്റ്റ് റിപ്പോർട്ട് അത് നോക്കണം, പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്താണ്. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി, ഇക്കണോമിക് ഫീസിബിലിറ്റി, ആൻസിലറി യൂണിറ്റ്സ് എന്താണ്, മൈക്രോ യൂണിറ്റ്സ് എന്താണ്, ടെക്നോ പാർക്ക് എന്താണ്, 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലൊക്കേഷൻ ഡിസിഷൻ ചോദിച്ചിട്ടുള്ളതാണ്, ഫിനാൻഷ്യൽ അനാലിസിസ്, BEP, ദെൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, 3 ഫോംസ് ഓഫ് ഫോറിൻ കൊളാബറേഷൻസ്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, SISI, ദെൻ MSME, സിംഗിൾ വിൻഡോ സിസ്റ്റം, സബ്സിഡി എന്താണ്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ, നിർബന്ധമായി ഇതൊക്കെ കവർ ചെയ്യുക. സോ ആദ്യത്തെ ഒരു 7 ചോദ്യങ്ങൾ ഇതൊക്കെയാണ്, ദെൻ പിന്നെ വരുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ലാസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലെ 5 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.